ജയറാം അറസ്റ്റിലേക്ക്. എന്താണ്? സ്വർണ്ണക്കൊള്ളയിൽ ജയറാമിനും പങ്ക്. സ്വർണ്ണപ്പാളികൾ പാളികൾ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ പലക ജയറാമിൻ്റെ വീട്ടിൽ വെച്ച് പൂജിച്ചു. അപ്പോൾ ആ പൂജകളിൽ 2 സ്ഥലത്ത് വെച്ചിട്ട് ഈ പാളികൾ പൂജിച്ചു. ഈ 2 സ്ഥലത്തും ജയറാം പങ്കെടുത്തു. അപ്പോൾ ജയറാമിനെ ചോദ്യം ചെയ്തപ്പോൾ അന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു സ്ഥലത്ത് വീട്ടിൽ മാത്രം വെച്ചുള്ള, പിന്നെ ഞാൻ ഈ പലകൾ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. ഒരുപാട് പൊരുത്തക്കേടുകൾ ജയറാമിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിലുണ്ട്. അതാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ജയറാമൻ എന്തുകൊണ്ടാണ് ഈ നുണ പറഞ്ഞത്? എന്തുകൊണ്ട് മൊഴി മാറ്റി പറഞ്ഞു? സ്വർണ്ണ സ്വർണ്ണക്കളവിൽ ജയറാമിന് പങ്ക് എത്ര? മാസ് ക്രിയേഷൻസിൽ ഒരു പൂജ നടത്തി, അതിൽ ജയറാം പോയി പങ്കെടുത്തു. അപ്പോൾ ജയറാം പോയിൻ്റ് ആടുന്നെന്ന് മാത്രമേ പറഞ്ഞത്. പക്ഷേ അവിടെ ആദ്യ അവസ്ഥാനം ജയറാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം, അത് രണ്ട് മാസങ്ങളായിട്ടാണ് നടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ജയറാമിൻ്റെ വീട്ടിൽ ഈ പാളികൾ കൊണ്ടുവന്ന് പൂജ നടത്തി. അപ്പോൾ അവിടെയും ജയറാം പങ്കെടുത്തിരുന്നു. ഇതൊക്കെ കൂടിയായപ്പോൾ ജയറാം ആകെ വെട്ടിലായിരിക്കണം. ജയറാമിന് ഒരിക്കലും കാരണവശാലും ഈ സ്വർണ്ണക്കൊള്ളയിലോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള സ്വർണ്ണം അടിച്ചു മാറ്റിയതിലെ പങ്കോ കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന് ഈ അബദ്ധം പറ്റിയതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഭക്തി മൂത്തു. നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബരിമലയിൽ ഇത്രയും ഒരു പരിപാവനമായിട്ടുള്ള സ്വർണ്ണ പലകകൾ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് പൂജിക്കുക എന്ന് പറയുമ്പോൾ, അത് ഇയാൾ പറഞ്ഞപ്പോൾ ജയറാം അങ്ങോട്ട് വിശ്വസിച്ചു. ജയറാം അങ്ങോട്ട് കൊണ്ടുവന്നോളാൻ പറഞ്ഞു. കൊണ്ടുവന്ന് പൂജിച്ചു. അത്രയും ജയറാം ചെയ്തുള്ളൂ. ജയറാമിന് ഇപ്പോൾ ഇതിൽ സ്വർണ്ണക്കൊളയിൽ പങ്കുള്ളൂ അങ്ങനെയൊന്നും ജയറാം ചെയ്യില്ല. ജയറാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തികഞ്ഞ ഭക്തനാണ്. പാർവതി അതിനേക്കാളും തികഞ്ഞ ഭക്തിയാണ്. ദൈവത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയധികം സ്നേഹിക്കുന്ന ഒരാളാണ്. ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളാണ് ജയറാം. ഇതിൻ്റെ യാതൊരു കാര്യങ്ങളും ജയറാമിന് ഇല്ലാതെയൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഈ സ്വർണ്ണപ്പാളികളൊക്കെ അവിടെ പോയി തൊഴുത് അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത് നിന്ന് തൊഴുത് വരാൻ പറ്റിയാവുന്ന ഒരാളാണ് ജയറാം. എന്നിട്ട് ജയറാം വീടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭക്തി മൂത്തിട്ടോ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. ഇപ്പോൾ ജയറാം അറസ്റ്റിലാവുമെന്നാണ് എല്ലാവരും പറയണത്. ജയറാം അറസ്റ്റിലാവുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിയാം ജയറാം ഇതിൽ നിരപരാധിയാണെന്ന്. അതുകൊണ്ട് ഇതിൽ യാതൊരു പ്രശ്നവും ജയറാമിന് വരില്ല. ജയറാമിന് ഭക്തി മൂത്ത പ്രശ്നമാണ് ഉണ്ടായത്.